ഹലോ കൂട്ടുകാരെ, എന്നിലെ വീട്ടമ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ 2024 പ്ലാനർ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ എങ്ങനെ 2024 ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. 2024 നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും 2024 നിങ്ങളുടെ ഗോൾസൊക്കെ സെറ്റ് ചെയ്യുക. പ്ലാനർ എന്താണെന്ന് അറിയാത്തവരും പ്ലാനറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ 2023 പ്ലാനർ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ 2024 പ്ലാനർ തയ്യാറാക്കാനുള്ള കൂടുതൽ ഐഡിയാസ് ലഭിക്കുന്നതാണ്. 2024 ഗോൾസൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. വരയില്ലാത്ത ഒരു നോട്ട്ബുക്കാണ് ഞാൻ പ്ലാനർ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പേജിൽ തന്നെ ഹലോ 2024 എന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യം ഒരു വട്ടം വരച്ചു, അതിൽ ഗ്രീൻ കളർ കൊണ്ട് സിമ്പിളായിട്ടൊരു ഡിസൈനും കൊടുത്തു. അതിനുള്ളിലാണ് ഹലോ 2024 എന്ന് ഞാൻ എഴുതിയത്. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് പേജിലായിട്ട് ഗോൾസ് ഓഫ് 2024 എന്ന് എഴുതി. അവിടെ ഞാൻ 2 ഗോൾസാണ് മെയിനായിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് PSCക്ക് വേണ്ടി നന്നായി പഠിക്കുക എന്നുള്ളതും, രണ്ടാമതായിട്ട് എന്നിലെ വീട്ടമ്മ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ കൃത്യമായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നതുമാണ്. എൻ്റെ ഈ 2 ഗോൾസും 1, 2 എന്ന നമ്പറിട്ട് കൃത്യമായി എഴുതി കൊടുക്കുന്നതാണ്. നിങ്ങളും നിങ്ങളുടെ 2024 ഗോൾസ് കൃത്യമായി തന്നെ നമ്പറിട്ട് എഴുതുക. എപ്പോഴും മേജർ ഗോൾസ് എഴുതാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ ഗോൾസ് എഴുതുമ്പോൾ ഞാനും ഒരുപാട് ഗോൾസ് എഴുതി വെച്ചിരുന്നു. 2021 ഞാൻ ആദ്യമായിട്ട് പ്ലാനറൊക്കെ തയ്യാറാക്കാൻ തുടങ്ങിയത്. അന്നും എനിക്ക് കൃത്യമായിട്ട് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ തയ്യാറാക്കുക എന്നൊന്നും. അതുപോലെ ഗോൾസ് സെറ്റ് ചെയ്യാനും അറിയില്ലായിരുന്നു. ആ വർഷം എൻ്റെ മനസ്സിലേക്ക് വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഗോൾസാക്കി സെറ്റ് ചെയ്തു. എൻ്റെ ചെറിയ ചെറിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഞാൻ അതിൽ എഴുതി വെച്ചു. അതിൽ ചിലതൊക്കെ നടന്നു, ചിലതൊന്നും നടന്നില്ല. പിന്നീട് 2022 ഞാൻ കുറച്ചും കൂടി പ്ലാനറിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും ഫാബുലസ് ലൈഫ് ബൈ അയന എന്ന യൂട്യൂബ് ചാനലിലെ അയനത്തയുടെ വീഡിയോസാണ് എന്നെ അതിന് ഹെൽപ്പ് ചെയ്തത്. എന്നാൽ ഞാൻ ആദ്യമായിട്ട് പ്ലാനറൊക്കെ തയ്യാറാക്കാൻ കാരണം മലയാളി മോമിലെ ഹെൽന ചേച്ചിയാണ്. 2020 ഹെൽന ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് പ്ലാനർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് ഞാൻ അറിയുന്നത് തന്നെ. 2022 ഹെൽന ഇത്തയുടെ വീഡിയോസ് കണ്ട് ഞാൻ കുറച്ചും കൂടി പ്ലാനറിനെ കുറിച്ച് മനസ്സിലാക്കി. 2022 എൻ്റെ ഗോൾസ് 6 ആയിരുന്നു. അന്നും ഇന്ന് എഴുതിയ അതേപോലത്തെ ഗോൾസ് തന്നെയായിരുന്നു ഞാൻ മേജറായിട്ട് എഴുതിയിരുന്നത്. 2022 ഫസ്റ്റ് ഗോളായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുമെന്ന് ഞാൻ എഴുതിയിരുന്നു. എന്നാൽ 2022 ലാസ്റ്റിലാണ് എനിക്ക് അതിന് സാധിച്ചത്. 2022 ഡിസംബർ 19 ഞാൻ യൂട്യൂബിൽ എന്നിലെ വീട്ടമ്മ എന്ന് പറയുന്ന എൻ്റെ ചാനൽ തുടങ്ങിയത്. അതുവരെ ഞാൻ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാമെന്ന് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് ഓരോ വീഡിയോസും കണ്ട് അതിലെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് അതിനുവേണ്ടി എനിക്ക് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഫോളോ ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു. മൈക്ക്, ട്രൈപോഡ് എന്നിവയൊക്കെ ഓൺലൈനിൽ നിന്നും വാങ്ങിച്ചു. വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചു. വീഡിയോസ് എങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, ഇതെല്ലാം ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളായിരുന്നു. പിന്നീട് PSCക്ക് വേണ്ടി പഠിക്കുക എന്നും കൂടി ഞാൻ എഴുതിയിരുന്നു. അത് കൃത്യമായിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല ആ വർഷം. പിന്നീട് എഴുതിയൊരു ഗോളായിരുന്നു മീ ടൈം കണ്ടെത്തിയിരിക്കും എന്നത്. ആ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെച്ചിരുന്നു. സ്വപ്നം കാണാനും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എഴുതി വയ്ക്കാനും അങ്ങനെ എൻ്റേതായ ഒരു ടൈം ഞാൻ കണ്ടെത്തിയിരുന്നു. പിന്നീട് എഴുതിയ 3 ഗോൾസും ഞാൻ അച്ചീവ് ചെയ്തിരുന്നു. 2023 ഞാൻ 4 ഗോൾസാണ് സെറ്റ് ചെയ്തത്. അതിലെ ആദ്യത്തെ ഗോൾസും ഞാൻ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. 2023 കുറച്ചൊക്കെ എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതിനിടയിൽ കുറേ പ്രശ്നങ്ങൾ വന്നു. എങ്കിലും എൻ്റെ ആ സ്വപ്നത്തെ തീർത്ത് ഞാൻ ഉപേക്ഷിക്കാതെ അതിനുവേണ്ടി ഇടവിട്ടാണെങ്കിൽ ഞാൻ പരിശ്രമിച്ചു. പിന്നെ എഴുതിയ ഗോള് എന്നിലെ വീട്ടമ്മ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ 4 വീഡിയോസൊക്കെ ആഴ്ചയിൽ അപ്ലോഡ് ചെയ്യുമെന്നായിരുന്നു. അതിനും എനിക്ക് സാധിച്ചില്ല. 2023 ജനുവരി 14 എൻ്റെ ഫസ്റ്റ് വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആകുന്നത്. അതൊരു പ്ലാനർ വീഡിയോ ആയിരുന്നു. 2023 കൃത്യമായിട്ട് വീഡിയോസൊന്നും ഇടാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 2023 ലാസ്റ്റ് നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഞാൻ കൃത്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് യൂട്യൂബിൽ. അവസാനം എഴുതിയ 2 ഗോൾസും ഞാൻ എൻ്റെ ജീവിതത്തിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ അത് പൂർണ്ണമായി എന്ന് പറയാനും പറ്റില്ല.
ഓരോ വർഷം കഴിയുമ്പോഴും എൻ്റെ ഗോൾസ് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരികയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മേജർ ഗോൾസ് എന്താ എന്നുള്ളത്. 2024 എൻ്റെ മേജർ ഗോൾസ് ഞാൻ പറഞ്ഞു നിങ്ങളോട്. എന്താണ് എൻ്റെ ലൈഫിലെ ലക്ഷ്യം എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ 3 വർഷത്തെ പ്ലാനിങ്ങിലൂടെയാണ് ഞാൻ എൻ്റെ മേജർ ഗോൾസ് എന്താണെന്ന് മനസ്സിലാക്കിയത്. നല്ല മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ലൈഫിൽ പ്രത്യേകിച്ച് ലക്ഷ്യമോ ആഗ്രഹങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ പ്ലാനർ എഴുതി തുടങ്ങിയതിനു ശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത്. എഴുതി വെക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. എങ്കിലും നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ പിന്നീട് കാണുമ്പോൾ ഇതൊക്കെ എൻ്റെ ലക്ഷ്യങ്ങളാണല്ലോ, ഇതൊക്കെ എൻ്റെ ലൈഫിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കും. ചില ഗോൾസൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഇത് കാണുമ്പോഴായിരിക്കും നമുക്കത് ഓർമ്മ വരിക. അപ്പോൾ നമ്മളത് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഗോൾസൊക്കെ സെറ്റ് ചെയ്യുക. കുറച്ചു കാലം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മേജർ ഗോൾസ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുക. എന്നാൽ ചിലർക്ക് ഇന്ന കാര്യങ്ങളാണ് എൻ്റെ ലക്ഷ്യങ്ങളെന്ന് തീർത്തും ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഗോൾസ് സെറ്റ് ചെയ്തതിലൂടെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഗോൾസ് അല്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എഴുതി വെച്ച് അതിനെ ഫിൽറ്റർ ചെയ്ത് മേജർ ഗോൾസിൽ ആദ്യം എത്തുക. ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ഡെഡ് ലൈൻ വെക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഈ വരുന്ന 6 മാസത്തിനുള്ളിൽ ഞാൻ ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. 2024 ഞാൻ തീർച്ചയായും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കും. ഇങ്ങനെ കൃത്യമായ ഒരു ഡെഡ് ലൈനോട് കൂടിയായിരിക്കണം ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. ഗോൾസിന് ശേഷം തൊട്ടടുത്ത പേജിലായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് 2024 ഒരു കോട്ടാണ്. ഡോണ്ട് കമ്പയർ യുവർ ലൈഫ് ടു അതേഴ്സ്. ദർ ഈസ് നോ കമ്പാരിസൺ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ. ദേ ഷൈൻ വെൻ ഇറ്റ്സ് ദെയർ ടൈം. ഈ കോട്ടാണ് 2024 വേണ്ടി ഞാൻ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. അവരുടെ അടുത്ത് അതുണ്ട്, അവർക്ക് ആ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത്. മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാദ്യം നിർത്തുക. ദൈവം എല്ലാവർക്കും ഒരുപോലുള്ള കഴിവുകളല്ല കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ പുരോഗതിക്കായിട്ട് പരിശ്രമിക്കുക. അതിൻ്റെ തുടക്കമായിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്നത് ആദ്യം നിർത്തുക. സൂര്യനായാലും ചന്ദ്രനായാലും പ്രകാശിക്കുന്നത് അവരുടെ ടൈം വരുമ്പോഴല്ലേ. സൂര്യന് പകലും ചന്ദ്രന് രാത്രിയല്ലേ പ്രകാശിക്കുന്നത്. അതുപോലെ നമുക്കും ഒരു കഴിവുണ്ട്. ആ കഴിവിൽ വിശ്വസിച്ച് അതിൻ്റെ മികവിന് വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ നമ്മുടെ ടൈമും എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിവിലും നമ്മൾ പ്രകാശിക്കും. നമ്മുടെ കഴിവിലൂടെ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷമാണ് ഞാൻ നമ്മുടെ ജാനുവരി മന്ത്ലി പ്ലാനർ ആരംഭിക്കുന്നത്. ജാനുവരി മന്ത്ലി പ്ലാനറിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. 2024 ഗോൾസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്